Hi all, in this video we are going to discuss the remaining part of the question paper that we previously discussed, part B of the question paper, which contains the essay questions. KTU exam the previous question paper of 2019 revision. So before that, let me tell you one thing that I missed in the last video. EST 130 part 1 and part 2. Part 1 is electrical and part 2 is electronics. അപ്പോൾ രണ്ടിനും കൂടി സെപ്പറേറ്റ് മിനിമം ഒന്നും ആവശ്യമില്ല. രണ്ടും കൂടി എഴുതുമ്പോൾ ടോട്ടൽ 32 കിട്ടിയാൽ മതി. ബട്ട് യു മേക്ക് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 45 മാർക്സിന് എഴുതിയാലേ നമുക്ക് 32 എങ്കിലും കിട്ടി എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി ഇരിക്കാൻ പറ്റുള്ളൂ. സോ ഡോണ്ട് ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ദാറ്റ് യു വിൽ ഗെറ്റ് 32. കുറച്ചൊക്കെ എഴുതുമ്പോഴേക്കും 32 കിട്ടുമെന്ന് വിചാരിച്ച് അതിന് മാത്രം അറ്റൻഡ് ചെയ്തിരിക്കരുത്. ട്രൈ ടു അറ്റൻഡ് വാട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് യു നോ, എന്തെങ്കിലും അറിയാവുന്നതൊക്കെ ഇൻ ബോത്ത് ദ പാർട്സ്, ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും. ഇൻ കേസ് ഇലക്ട്രോണിക്സ് കൂടുതൽ അറിയാം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കൂടുതൽ അറിയാമെങ്കിലും അതിൽ ഒരു ക്വസ്റ്റിന് മാക്സിമം ഇത്ര മാർക്കേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊരു പേജ് ഫുള്ളോ അല്ലെങ്കിൽ ഒരു 2-3 പേജ് എഴുതി വെച്ചാലും മാക്സിമം കിട്ടേണ്ട മാർക്കേ കിട്ടുകയുള്ളൂ. സോ എല്ലാ ക്വസ്റ്റിനും അതേപോലെ അറിയാവുന്ന എന്തെങ്കിലും എഴുതി വെച്ചാലും യു വിൽ ബി ഗെറ്റിംഗ് ഫ്യൂ മാർക്സ് അല്ലേ. അതുകൊണ്ട് ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പം നിങ്ങൾക്ക് ഒരു പാസ് മാർക്ക് കിട്ടിയാൽ മതി, 32 കിട്ടിയാൽ മതി. ബട്ട് ആൻഡ് യു ഡോണ്ട് നീഡ് എനി മിനിമം മാർക്ക് ഫോർ എനി സബ്ജക്റ്റ് സെപ്പറേറ്റ്ലി. So this is the question paper we were discussing of EST 130. അപ്പോൾ പാർട്ട് എ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ആൻഡ് ലെറ്റ് us go to part B of the question paper. പാർട്ട് ബി നമുക്ക് ഓരോ മോഡ്യൂൾ വൈസ് ആയിട്ടാണുള്ളത്. മോഡ്യൂൾ 4 you have or questions and 6 and 7, and മോഡ്യൂൾ 5 8 and 9, and മോഡ്യൂൾ 6 that is 10th and 11th question. Let us go to the questions. Part B, first question, explain the formation of potential barrier in a PN junction. അപ്പോൾ ഇതിൽ ഫോർമേഷൻ ഓഫ് PN ജംഗ്ഷൻ്റെ കാര്യം പറയുന്നുണ്ട്. യു ക്യാൻ സി ഡയോഡ് ഈസ് എൻ ആക്റ്റീവ് ടു ടെർമിനൽ ഡിവൈസ്. അപ്പോൾ എന്ത് ക്വസ്റ്റൻ ആണെങ്കിലും യു ഹാവ് ടു ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക് അല്ലേ. അപ്പോൾ PN ജംഗ്ഷൻ ഡയോഡ് എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് യു ക്യാൻ ഗോ ടു ദ ഫോർമേഷൻ പ്രോസസ്. അപ്പോൾ ഇവിടെ ഡയോഡ് എന്താണ്? ഒരു ആക്റ്റീവ് ടു ടെർമിനൽ ഡിവൈസ് ആണ് വിച്ച് ഹാസ് എ യൂണി ഡയറക്ഷണൽ കറണ്ട് ഫ്ലോ, ആൻഡ് ദിസ് ഈസ് ഹൗ യു ഹാവ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ PN ജംഗ്ഷൻ അല്ലേ. അപ്പോൾ ഒരു പി ടൈപ്പ് ഒരു സിലിക്കൺ ബാർ, യു ടേക്ക് എ സിലിക്കൺ ബാർ ഓർ സിലിക്കൺ bar in which you have a p-type impurity which is induced into the one half side and n-type impurity to the other side. അങ്ങനെയാണ് ആ ഒരു PN ജംഗ്ഷൻ നമ്മൾ ഫോം ചെയ്യുന്നത്. That is through particular fabrication methods. Now let's come to the formation of a PN junction. നമ്മളൊരു PN junction എന്ന് പറഞ്ഞാൽ I told you it is simply a semiconductor bar or ഒരു semiconductor element നമ്മളിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ 1/2 is induced with p-type dopant and the other half is induced with n-type dopant. അപ്പോൾ പി റീജിയൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി, അപ്പോൾ ആ പി ഡോപ്പൻ്റ് ഉള്ള ആ ഒരു സൈഡാണ് പി റീജിയൻ ആൻഡ് ദ അതർ വൺ വിൽ ബി എൻ റീജിയൻ. പി റീജിയൻ വിൽ ഹാവ് മോർ നമ്പർ ഓഫ് ഹോൾസ് വൈൽ എൻ റീജിയൻ വിൽ ഹാവ് മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് നെഗറ്റീവായിട്ട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ, അതായത് ആ ഒരു ഡോപ്പൻ്റ് ഒക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ത്രൂ സ്പെഷ്യൽ ഫാബ്രിക്കേഷൻ ടെക്നിക്സ് വെച്ചാണ് നമ്മളത് ചെയ്യണത്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഓൺ ജോയിനിങ് ഓർ ആ ഒരു ഫോർമേഷൻ്റെ സമയത്ത് electrons from the n region will tend to cross the junction. എന്നിട്ട് അത് ഇവിടെയുള്ള ഹോൾസിൻ്റെ അടുത്തെത്തും. While the holes or the positive charge from the p region will tend to cross the junction and reach the n region. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ്, അതായത് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ഇലക്ട്രോൺസ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ്, അവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ടാവും അല്ലേ. So that will be actually plus. പക്ഷേ ആ ഒരു പ്ലസ് വിൽ ബി ഇമ്മൊബൈൽ അയോൺസ്. അപ്പോൾ അവിടെ ഇലക്ട്രോൺ ഇവിടെ എത്തി. ആൻഡ് സിമിലർലി ഇവിടെയുള്ള ഹോൾസ്, ഐ മീൻ ഈ ഹോള് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി എ നെഗറ്റീവ് ചാർജ് ദാറ്റ് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് അല്ലേ. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഉണ്ടാവും. അതേപോലെ ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ചാടുമ്പോൾ
അവിടെ ഒരു ഹോള് വേക്കൻ്റ് ആയിട്ട് കിടക്കും, റൈറ്റ്? അപ്പോൾ ഇത്തരം അയോൺസിനെയാണ് ഇമ്മൊബൈൽ അയോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ കോൾഡ് ഇമ്മൊബൈൽ അയോൺസ്. ഇങ്ങനെ ഒരു റീജിയൺ ഓഫ് ഇമ്മൊബൈൽ അയോൺസ് ആർ ഫോംഡ്. ഈ ഇമ്മൊബൈൽ അയോൺസ് എത്രത്തോളം നേരം വരെ ഫോം ചെയ്യും എന്ന് വെച്ചാൽ until no more holes from the p region can move and cross the junction to the n region. Similarly, no more electrons can jump and cross to the p region. വീണ്ടും ഹോൾസിന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കടക്കാനോ ഇലക്ട്രോൺസിന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കടക്കാനോ പറ്റാത്ത രീതിയിൽ എത്തുന്നവരെ ആ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് ഡിപ്ലീഷൻ റീജിയൻ. ക്ലിയർ? സോ ദിസ് ഈസ് ഓൾസോ കോൾഡ് എ സ്പേസ് ചാർജ് റീജിയൻ. അപ്പോൾ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറച്ചുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഇവിടെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ചാർജാണ് കോൺസെൻട്രേഷൻ കൂടുതൽ. ആ ഒരു നെഗറ്റീവ് ചാർജ് കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് പോകുന്നു. ദാറ്റ് ഡിഫ്യൂഷൻ പ്രോസസ് ഈസ് ഹാപ്പനിങ് ഹിയർ until what happens, there is no more crossing over that is taking place. അപ്പോൾ ആ ഒരു റീജിയൻ ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി ബിറ്റ്വീൻ, ആ ഒരു ജംഗ്ഷൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു സ്പേസിൽ തൊട്ടിപ്പുറയും അപ്പുറയുമുള്ള ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ, ദാറ്റ് ഇസ് കോൾഡ് ദ ഡിപ്ലീഷൻ റീജിയൻ ഓർ സ്പേസ് ചാർജ് റീജിയൻ. ക്ലിയർ? Now coming to avalanche breakdown. Next question. What do you mean by, what do you understand by avalanche breakdown? അതാണ് തന്നിരിക്കുന്നത്. You can also refer my one another video that is on avalanche breakdown and Zener breakdown, or and the explanation about how the process happens. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ചെറിയ മാർക്കിനായതുകൊണ്ട് we just have to write only so much, important points മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ എന്താ സംഭവിക്കുക? യു നോ, ഒരു റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ കുറച്ചധികം കൊടുത്തു കഴിയുമ്പോൾ വെലോസിറ്റി ഓഫ് ദി ക്യാരിയേഴ്സ്, ഫ്രീ ആയിട്ടുള്ള ക്യാരിയേഴ്സിൻ്റെ വെലോസിറ്റി ഹൈ കൈനറ്റിക് എനർജിയോട് കൂടി അല്ലെങ്കിൽ ഹൈ വെലോസിറ്റിയോട് കൂടി ആ ക്യാരിയേഴ്സ് മൂവ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദീസ് ക്യാരിയേഴ്സ് ഗോ ആൻഡ് ഹിറ്റ് സം കോവാലന്റ് ബോൺസ്, ബ്രേക്ക് ദം അപ്പ്, അല്ലേ? ആ കോവാലന്റ് ബോൺസിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് അപ്പോൾ അവിടുന്ന് വീണ്ടും ക്യാരിയേഴ്സ് ജനറേറ്റ് ചെയ്യും. ഈ ഉള്ള ജനറേറ്റ് ചെയ്യുന്ന ക്യാരിയേഴ്സ് എല്ലാം വീണ്ടും പോയി ദേ മൂവ് വിത്ത് വെരി ഹൈ വെലോസിറ്റി ആൻഡ് ഹിറ്റ് സം അതർ കോവാലന്റ് ബോണ്ട് ആൻഡ് ബ്രേക്ക് ആൻഡ് ജനറേറ്റിംഗ് മോർ ക്യാരിയേഴ്സ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ക്യുമുലേറ്റീവ് പ്രോസസ്സാണ്. അതായത് ആദ്യം ഒരു ക്യാരിയർ ഉണ്ടായിരുന്നത് രണ്ടായി, ആ രണ്ട് ക്യാരിയേഴ്സ് പിന്നെ ജനറേറ്റ് ചെയ്ത് പോയി വേറെ ക്യാരിയേഴ്സിനെ ഹിറ്റ് ചെയ്തു, വേറെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും ക്യാരിയേഴ്സിനെ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ആ 4 എന്നുള്ളത് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഇതിന് ഇറ്റ് ഹാപ്പൻസ് അറ്റ് അബൌട്ട് 6 വോൾട്ട് ഓർ മോർ, ഒരു റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. ആൻഡ് the 4 main important points to be remembered here is impact ionization എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. while Zener breakdown has field ionization. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ക്യാരിയേഴ്സ് അല്ലെങ്കിൽ അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ആൻഡ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഹാപ്പൻസ് ഫോർ ലൈറ്റ്ലി ഓർ മോഡറേറ്റ്ലി ഡോപ്പ് ഡയോഡ്സ് ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഫോർ ഹൈ വോൾട്ടേജ്, ദാറ്റ് ഇസ് 6 വോൾട്ട് or something. Now we have the explanation, explanation for the reverse VI characteristics. 6th B part of the question ആണ്. ഇതാണ് നമ്മുടെ പി എൻ ജംഗ്ഷൻ. ആ പി എൻ ജംഗ്ഷനിൽ ഒരു ഡിപ്ലീഷൻ റീജിയൻ കാണിച്ചിട്ടുണ്ട്. ആൻഡ് വെൻ ഇറ്റ് ഇസ് റിവേഴ്സ് ബയാസ്ഡ്, അതായത് പി റീജിയനെ നമ്മൾ നെഗറ്റീവ് ഓഫ് ദി ബാറ്ററി ആയിട്ടും എൻ റീജിയനെ നമ്മൾ പോസിറ്റീവായിട്ട് ഉള്ള ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ്, ഈ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ചാർജുമാണ്, രണ്ടും ഓപ്പോസിറ്റ് ചാർജ് ആണ്. സോ ഓപ്പോസിറ്റ് ചാർജ് എന്ത് സംഭവിക്കും? ഓപ്പോസിറ്റ് ചാർജസ് ടെൻഡ് ടു അട്രാക്ട്, അല്ലേ? അപ്പോൾ ഈ ചാർജിന് ഈ ഒരു ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയാണ്. സിമിലർലി ഇവിടെ നെഗറ്റീവ്, ഇലക്ട്രോൺസ് നെഗറ്റീവ് ആണ് ആൻഡ് ദ ബാറ്ററി ഈസ് പോസിറ്റീവ്. സോ ദീസ് ഇലക്ട്രോൺസ് ഹാവ് എ ടെൻഡൻസി ടു മൂവ് ഫാർദർ ഫ്രം ദ ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടി ദൂരെ പോകാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? സോ ദിസ് പ്രോസസ്, അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ ഒരു റിവേഴ്സ് ബയാസിങ് കൊടുക്കുമ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയൻ ഒന്നും കൂടി വൈഡൻ ചെയ്യും. The depletion region again widens such that no more current flows through. പക്ഷേ ഇവിടെ
ചെറിയ കുറച്ച് മൈനോറിറ്റി കാരിയേഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് മെജോറിറ്റി കാരിയേഴ്സ് ആണ് ഇങ്ങോട്ടേക്ക് പോണത്. ഇനി ഇത് കൂടാതെ ഈ പ്ലസിൻ്റെ കൂടെ കുറച്ച് മൈനോറിറ്റി കാരിയേഴ്സും കൂടി ഉണ്ടല്ലോ. അതേപോലെ എൻ റീജിയനിൽ കുറച്ച് പ്ലസും ഉണ്ട്. ദേ ആർ ഓൾസോ ദ മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സിന് ജംഗ്ഷൻ ക്രോസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആൻഡ് ദിസ് കറണ്ട് ഇസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഈ മൈനോറിറ്റി കാരിയേഴ്സ് ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ആ ഒരു കറണ്ടിനെയാണ് ദാറ്റ് ഇസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട്. അപ്പോൾ ആ ഒരു കറണ്ടിൻ്റെ വാല്യൂ എത്രയാണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് അബൌട്ട് it is very less. It is 2 nanoamperes for silicon and 10 microamperes. അങ്ങനെ ആ ഒരു ഓർഡറിലായിരിക്കും, ആ ഒരു റേഞ്ചിലായിരിക്കും for germanium. So let us see now let us see the reverse bias and VI characteristics of a diode. ഇവിടെ നമ്മൾ VI characteristics എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, it is about drawing the graph that plots or plotting voltage versus current. ഇവിടെ നമുക്ക് റിവേഴ്സ് വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ബയാസിംഗ് മീൻസ് യു വിൽ ഹാവ് റിവേഴ്സ് വോൾട്ടേജ് വേഴ്സസ് റിവേഴ്സ് കറണ്ട് അല്ലേ. അപ്പോൾ മൈക്രോആംപിയർ റേഞ്ചിലുള്ള ഒരു കറണ്ട് ആയിട്ടാണ് ഇവിടെ കാണിക്കേണ്ടത്. what you normally have in reverse voltage when you apply reverse voltage is only the reverse saturation current. അപ്പോൾ നമ്മൾ ഈ ഡയോഡ് ഇങ്ങനെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ് ചെയ്ത് വെച്ചിരിക്കുക. അതായത് ബാറ്ററിയുടെ പോസിറ്റീവിനെ ഡയോഡിൻ്റെ നെഗറ്റീവിലേക്കും ഡയോഡിൻ്റെ പോസിറ്റീവിനെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കൊടുത്തു. പ്ലസും മൈനസും മൈനസും പ്ലസും ആയിട്ട് കൊടുത്തു. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ദർ ഇസ് നോ കറണ്ട്. ഡിപ്ലീഷൻ റീജിയൻ ഒന്നുകൂടെ വൈഡൻ ചെയ്തു. മെജോറിറ്റി കാരിയേഴ്സ് ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്നില്ല. സോ ദർ ഇസ് നോ കണ്ടക്ഷൻ ഓഫ് കറണ്ട് അല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞു വി ഹാവ് സം മൈനോറിറ്റി കാരിയേഴ്സ് ദാറ്റ് റിസൾട്ട്സ് ഇൻ സം സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് ദാറ്റ് ഇസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ആ ഒരു ചെറിയ കറണ്ടിനെയാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ സീ ദ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് ദാറ്റ് ഇസ് ഫോംഡ് ബിഫോർ ബ്രേക്ക് ഡൗൺ. ആ ബ്രേക്ക് ഡൗൺ എത്തുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ആ ഒരു ചെറിയ കറണ്ട് ദാറ്റ് ഇസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ക്ലിയർ? അപ്പോൾ ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എൻ്റെ ഒരു റേഞ്ചൊക്കെ ഞാൻ പറഞ്ഞു, വിച്ച് ഇറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് മൈക്രോ ആംപിയേഴ്സ് ഓർ നാനോ ആംപിയേഴ്സ്, വെരി സ്മോൾ കറണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരെ ഇതുപോലെ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല. ബ്രേക്ക് ഡൗൺ എത്തിക്കഴിയുമ്പോഴേക്കും വാട്ട് ഹാപ്പൻസ് ഈസ് ഒരുപാട് കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യും, വിച്ച് റിസൾട്ട്സ് ഇൻ എ ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് ആൻഡ് ഇവൻച്വലി ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഡയോഡ്. അങ്ങനെ ഡയോഡ് ഡാമേജ് ആയി പോകും. ക്ലിയർ? ദാറ്റ് ഈസ് അബൌട്ട് റിവേഴ്സ് ബയാസിംഗ് ഓഫ് എ ഡയോഡ്. Now coming to the next question, explain the working of an NPN transistor and describe with suitable sketches the input and output characteristics of NPN transistor. അപ്പോൾ ഇവിടെ NPN ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് I will be providing a link below this video. അപ്പോൾ അത് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് വർക്കിംഗ് ഓഫ് NPN ട്രാൻസിസ്റ്റർ മനസ്സിലാവും. ആ വീഡിയോയിൽ അബൌട്ട് ട്രാൻസിസ്റ്റേഴ്സിൽ നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് റിഗാർഡിംഗ് ദ സ്യൂട്ടബിൾ സ്കെച്ചസ് of input-output characteristics of an NPN transistor. അപ്പോൾ sketches of input-output characteristics എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് ആകെ ഒരു കോൺഫിഗറേഷൻ്റെ പഠിക്കാനുള്ളൂ ഇൻ ആർ സിലബസ്, ദാറ്റ് ഇസ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ആ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലുള്ള സർക്യൂട്ട് വരയ്ക്കുക ആൻഡ് ഡ്രോ ദ ഗ്രാഫ് ടു. Now coming to the next part of the question. 7th question next part ആണ് describe with suitable sketches the input output characteristics of an NPN transistor. ഇവിടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഓർത്തോണം ഇറ്റ് ഈസ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് വേറെ പഠിക്കുന്നില്ല. ഓക്കെ, നമ്മുടെ സിലബസിൽ ഇത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ BJT ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഒരു NPN ട്രാൻസിസ്റ്റർ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അപ്പം ഇതിനകത്ത് ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തിനാണ്, നമ്മളൊരു ട്രാൻസിസ്റ്ററിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അതിൻ്റെ ഒരു കറണ്ട് വോൾട്ടേജ് റിലേഷൻഷിപ്പ് വെച്ച് എങ്ങനെയാണ് ആ ട്രാൻസിസ്റ്റർ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഉള്ളൊരു സ്റ്റഡിയാണ് ഈ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് വേഴ്സസ് ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞൊരു ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്.
and that is for a constant output voltage. Similarly, output characteristics എന്ന് പറഞ്ഞാൽ output voltage versus output current for a constant input current. In common emitter configuration, emitter common ആയിരിക്കും അല്ലേ, common for both input and output. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സർക്യൂട്ടാണ് വരച്ച് വെച്ചേക്കുന്നത്. ആ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ വരയ്ക്കുന്ന ഗ്രാഫ് തന്നെ നമുക്ക് കിട്ടും. എനിവേ ആ ഒരു സർക്യൂട്ട് മാത്രം നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഈ ഇത് വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഈ ഒരു ട്രാൻസിസ്റ്റർ ആദ്യം തന്നെ വരയ്ക്കുക. അപ്പോൾ ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എമിറ്റർ എന്ന് പറയുന്നത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആണ്. ഓക്കെ, ഇനി ഈ സൈഡ് ഇൻപുട്ട് സൈഡ് നമുക്ക് നോക്കാം. ഇൻപുട്ട് സൈഡിൽ നമ്മൾ 4 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സപ്ലൈ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് വോൾട്ടേജ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. വി ഹാവ് എ സീരീസ് റെസിസ്റ്റർ. പിന്നെ നമ്മളൊരു വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള ഒരു വോൾട്ട് മീറ്റർ ആൻഡ് ആൻ അമ്മീറ്റർ, ബേസ് കറണ്ട് മെഷർ ചെയ്യാനുള്ള അമ്മീറ്റർ. അപ്പോൾ ഇതാണ് ഇൻപുട്ട് സൈഡിലുള്ള 4 സാധനങ്ങൾ. ഇതേ സാധനങ്ങൾ തന്നെയാണ് ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ വെച്ചേക്കുന്നത്, കണ്ടോ. അപ്പോൾ ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് ഇതേപോലെ ഒരു വോൾട്ടേജ് സപ്ലൈ ഉണ്ട്, വേരിയബിൾ വോൾട്ടേജ് സപ്ലൈ ഉണ്ട്. വി ഹാവ് എ ലോഡ് റെസിസ്റ്റർ, ഇവിടെ സീരീസ് റെസിസ്റ്റർ, ഇവിടെ ലോഡ് റെസിസ്റ്റർ. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് കളക്ടർ എമിറ്റർ വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള വോൾട്ട് മീറ്ററും ഉണ്ട്, അമ്മീറ്ററും ഉണ്ട്. 4 സാധനങ്ങൾ രണ്ടിലും സെയിം ആണ്. ഈ ഒരു സൈഡിൻ്റെ ഇമേജ് പോലെ തന്നെയാണ് ഇത്രയും വന്നേക്കണത്, പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ സർക്യൂട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഗ്രൗണ്ട് വരയ്ക്കാൻ മറക്കരുത്. ഓക്കെ, ഒരു സർക്യൂട്ട് നെവർ ബിക്കംസ് കംപ്ലീറ്റ് വിത്തൗട്ട് എ ഗ്രൗണ്ട്. ഓക്കെ, നൗ ഇനി വി ബി ഇ എന്ന് പറഞ്ഞത് ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. ആൻഡ് ഐ ബി ഈസ് ദ ബേസ് കറണ്ട്. കേട്ടോ, ഐ ബി ബേസ് കറണ്ട്, ബേസ് ആണ് നമ്മുടെ ഇൻപുട്ടുമായിട്ട് ബന്ധപ്പെട്ടത്. ആൻഡ് വി ഹാവ് ദി കളക്ടർ ആൻഡ് എമിറ്റർ ടു ബി അറ്റ് ഔട്ട്പുട്ട് അല്ലേ. ബേസും എമിറ്ററും ഇൻപുട്ടിലും കളക്ടർ എമിറ്റർ ഔട്ട്പുട്ടും. അങ്ങനെയാകുമ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, വി ബി ഇ എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ്, ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു വോൾട്ട് മീറ്റർ ആണ്. അപ്പോൾ എന്താണ് ഇവിടെ കൊടുക്കുന്നത് തന്നെയാണ് നമ്മുടെ ഈ വോൾട്ട് മീറ്ററിലും ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ആൻഡ് ഐ ബി ഈസ് ദ ബേസ് കറണ്ട് ഓർ ഇൻപുട്ട് കറണ്ട്. സിമിലർലി ഈ സൈഡിൽ എന്താ ഉള്ളത്, ഐ സി, ദാറ്റ് ഇസ് എ കളക്ടർ കറണ്ട് ഓർ ഔട്ട്പുട്ട് കറണ്ട്, ആൻഡ് വി സി ഇ ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചുല്ലോ. നൗ ലെറ്റ് us see what is the working. ഇനി നമുക്ക് നേരെ വർക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ വർക്കിങ്ങിൽ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഔട്ട്പുട്ടിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, ഇവിടെ നമ്മൾ 0 ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ പതുക്കെ ഇൻപുട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങണം. സ്ലോലി അത് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഓരോ പ്രാവശ്യം ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ്ലി വി ബിയിലെ വോൾട്ടേജ്, അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന വോൾട്ടേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ കറസ്പോണ്ടിങ്ലി നമ്മൾ ഐ ബി എന്ന് പറഞ്ഞാൽ ബേസ് കറണ്ട് മാറുന്നതും അറിയാൻ പറ്റും. ആദ്യമൊന്നും ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. ഡയോഡിൻ്റെ ഫോർവേഡ് ബയാസിങ് പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് അല്ലെങ്കിൽ ആ ഒരു കട്ടിൻ വോൾട്ടേജ് എത്തുമ്പോൾ മാത്രം കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മുടെ ഈ ഗ്രാഫിൽ വരച്ചിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ ഇറ്റ്സ് ഗ്രാജുവലി ഇൻക്രീസസ്. അപ്പം നമുക്ക് പല വോൾട്ടേജ് വി സി ആദ്യം 1 വോൾട്ട് വെച്ച് നോക്കാം, 1 വോൾട്ട് കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് നോക്കാം, പിന്നെ 2 വോൾട്ട് വെച്ച് നോക്കാം, 3 വോൾട്ട് വെച്ച് നോക്കാം. എവറി ടൈം നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് കറണ്ട്, അതായത് ആ ഒരു ബേസ് വോൾട്ടേജ് നമ്മളൊരു 0.6 ഓർ 0.7 എത്തിക്കഴിയുമ്പോഴേ കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുള്ളൂ. ക്ലിയർ? സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. നൗ ദിസ് ഈസ് ദി ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ആ ഒരു 0.6 വോൾട്ട് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വി സി 1 വോൾട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചു, ഔട്ട്പുട്ട് വോൾട്ടേജ് 1 വോൾട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ചെറുതായിട്ട് മാറ്റി തുടങ്ങി. അപ്പോൾ ഈ വി സി ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ ചേഞ്ച് ചെയ്യില്ല കേട്ടോ. സോ ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പം there will be a particular point that is a cut-in voltage. Only at that time there is a current. ഒരു കറണ്ട് നമുക്ക് ആ മീറ്ററിൽ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും.
ഇനി നമ്മൾ ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. എപ്പോൾ VCEനെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിനെ 2 വോൾട്ട് ആക്കി വെച്ചുകൊണ്ട് 2 വോൾട്ടിൽ സെറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് പതുക്കെ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ യു ക്യാൻ സി അഗെയിൻ ദർ ഇസ് എ കറണ്ട് ഓൺലി അറ്റ് ദാറ്റ് 0.7 അല്ലെങ്കിൽ ആ ഒരു കട്ട് ഇൻ വോൾട്ടേജ് എത്തുന്നവരെ ദർ ഇസ് നോ കറണ്ട്. അത് കഴിഞ്ഞ് പെട്ടെന്ന് കറണ്ട് കൂടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ട് നമ്മളിത് ചെയ്തു നോക്കി. 3 സ്റ്റെപ്പിലും നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യം, വാട്ട് ഇസ് ഇറ്റ്? ദർ ഇസ് എ കണ്ടക്ഷൻ ഓഫ് കറണ്ട് ഓൺലി വെൻ ഇറ്റ് റീച്ചസ് എ കട്ട് ഇൻ വോൾട്ടേജ് ഓർ നീ വോൾട്ടേജ്. അപ്പോൾ ഇവിടെ ആ ഒരു കട്ട് ഇൻ വോൾട്ടേജ് സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ 0.7 വോൾട്ട് ആണ്, ജർമാനത്തിൻ്റെ ആണെങ്കിൽ ഇറ്റ് ഈസ് 0.3 വോൾട്ട്. ഇനി ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ്, ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ far it is clear. Input resistance is equal to delta VBE, അതായത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ്, ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് കേട്ടോ. ഡെൽറ്റ VBE ബൈ ചേഞ്ച് ഇൻ കറണ്ട്, അതായത് ഇവിടെ വരുന്ന ആ ഒരു കറണ്ട് വേരിയേഷൻ. ഏതെങ്കിലും 2 പോയിന്റ് എടുത്തിട്ട് നോക്കുക. ആൻഡ് ദാറ്റ് പോയിന്റ് ഷുഡ് ബി നിയർ ടു ദാറ്റ്, പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു റീജിയൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് കറണ്ട് ഫോർ എ കോൺസ്റ്റന്റ്. നമ്മൾ ഏതാ കോൺസ്റ്റന്റ് ആക്കി വെച്ച ഈ സമയത്ത്? ഫോർ എ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇറ്റ് വിൽ ബി ലൈക്ക് 600 ohms ഓൾസോ. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജിനെ ചേഞ്ച് ചെയ്യുന്നു. അതായത് ഇൻപുട്ട് ബേസ് കറണ്ടിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. നമ്മൾ ഇൻപുട്ട് കോൺസ്റ്റന്റ് ആക്കി വെച്ചാലാണ് ബേസ് കറണ്ടും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ യു നോ വാട്ട്, എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ടിനെ ഗ്രാജുവലി ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് VCE എന്നുള്ള ഒരു വോൾട്ടേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ VCയുടെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സപ്ലൈ ചേഞ്ച് ചെയ്യണം. അപ്പോൾ VCE നമ്മൾ ഗ്രാജുവലി ചേഞ്ച് ചെയ്യും. ഇനീഷ്യലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മൾ ആദ്യം തന്നെ ബേസ് കറണ്ട് 0 കൊടുത്തു, അതായത് യു ഡോണ്ട് ഗിവ് എനി ഇൻപുട്ട് അറ്റ് ദ ബേസ്. അങ്ങനെ വരുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് സ്റ്റിൽ ദർ ഇസ് എ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ. അത് ആദ്യം ഒന്ന് ഇൻക്രീസ് ചെയ്യും, പിന്നെ അത് ഇങ്ങനെ ഇറ്റ് വിൽ ബി ഇൻ ദ സെയിം ലെവൽ. അപ്പോൾ that region is called the cut-off region. ഇനി നെക്സ്റ്റ് നമ്മൾ IB എന്ന് പറഞ്ഞ കറണ്ട് നമ്മൾ 10 മൈക്രോ ആംപിയേഴ്സിലേക്ക് സെറ്റ് ചെയ്തു. എന്നിട്ട് what happens is that we increase the VCE voltage. അപ്പോൾ എന്താ സംഭവിക്കുക? we again have പെട്ടെന്ന് കറണ്ടും അതേപോലെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഇനിഷ്യലി ഇറ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഇറ്റ് റീച്ചസ് എ പെർട്ടിക്കുലർ ലെവൽ. അത് കഴിഞ്ഞ് പിന്നെ അത് സെറ്റിൽ ഡൗൺ ചെയ്ത് ആ ഒരു ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. റൈറ്റ്, ഇതേപോലെ തന്നെ നമ്മൾ ഓരോ കറണ്ടിനും നമ്മൾ IB 20 മൈക്രോ ആംപിയേഴ്സ് കൊടുത്താലും IB 30 മൈക്രോ ആംപിയേഴ്സിൽ സെറ്റ് ചെയ്താലും IB 40 മൈക്രോ ആംപിയേഴ്സിൽ സെറ്റ് ചെയ്താലും എല്ലാത്തിലും കറണ്ട് ആദ്യം ഒന്ന് ഇൻക്രീസ് ചെയ്യും, പിന്നെ ഈ IBയുടെ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ ICയും വരുന്നുണ്ട്. ആ കളക്ടർ കറണ്ടും ആ IBക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് തന്നെ നിൽക്കും. ഇറ്റ് മെയിൻറ്റെയിൻസ് ദാറ്റ് ലെവൽ. അതിന് കാരണം എന്താണെന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് IC ഈസ് ഈക്വൽ ടു ബീറ്റ IB ആണ്, അല്ലേ? നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട് IC ഈസ് ഈക്വൽ ടു ബീറ്റ IB. ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് യു ക്യാൻ റിഫർ ദ വീഡിയോ ഓഫ് common emitter configuration that I have uploaded earlier. അപ്പോൾ IC is equal to beta IB ആണ്, അതായത് IB എത്രയാണോ ആ ഒരു വാല്യൂവിൽ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് കറണ്ടും അല്ലെങ്കിൽ കളക്ടർ കറണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. നൗ ഈ ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇനീഷ്യലി ആ ഒരു ചെറിയൊരു ചേഞ്ച് കാണാം, ദെൻ ഓൺലി ഇറ്റ് സെറ്റിൽസ് ഡൗൺ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ട്രാൻസിസ്റ്റർ ഓൺ ആവാനും ഒക്കെ എടുക്കുന്ന ആ ഒരു ടൈമാണ് ഈ കാണിച്ചിരിക്കുന്ന ഈ ഗ്രാജുവലി ഓൺലി ഇറ്റ് സെറ്റിൽസ് ഡൗൺ ഇൻ ടു ദിസ് കറണ്ട് വാല്യൂ. പിന്നെ നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. This transistor characteristics can be divided into 3 regions. They are the cutoff region, that is the cutoff region. This is the cutoff region. And then you have the linear region,
കട്ട് ഓഫ് റീജിയൻ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. The cutoff region, then you have the linear region. This is the linear region, active region. This is the linear region, and this will be the saturation region. ഇതാണ് നമ്മുടെ saturation region. Hope you are clear about this. അപ്പോൾ ഇതാണ് നമ്മുടെ saturation region, and this is the active region. അപ്പോൾ ഇങ്ങനെ 3 region ആയിട്ട് തിരിച്ചിട്ടുണ്ട്. And one more thing you have to mention here is the output resistance value. അപ്പോൾ output resistance value എന്ന് പറഞ്ഞാൽ that is given by delta VCE, the output voltage by the output current for a constant input voltage. അപ്പോൾ output resistance value it will be 10 kilo ohm to 50 kilo ohm. ആ ഒരു റേഞ്ചിലായിരിക്കും for common emitter configuration. ഇനി current gain എന്ന് പറയുന്നത് it is represented as beta which is equal to IC by IB for a constant output voltage. Okay, for a constant VCE. Okay. So that's all about the common emitter configuration characteristics അല്ലെങ്കിൽ ഒരു NPN transistor characteristics. Now let us go to the next question. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് draw this module 5 ആണ്. module 5ൽ draw the circuit diagram of an RC coupled amplifier and explain its frequency response. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ RC coupled amplifierന്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 3 മാർക്കും ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് പ്രോബബ്ലി ഇറ്റ് ഈസ് ഫോർ 3 മാർക്സ്. അപ്പോൾ എല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഞാൻ RC coupled amplifier മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Let us see. അപ്പോൾ RC coupled amplifier എന്ന് പറഞ്ഞാൽ it makes use of common emitter configuration അല്ലേ, common emitter amplifier. അപ്പോൾ RC coupled amplifierന്റെ വേറെ പേരാണ് common emitter amplifier. അപ്പോൾ ഇവിടെ emitter is common for both input and output. You can see that. അപ്പോൾ സർക്യൂട്ട് നമ്മുടെ ട്രാൻസിസ്റ്റർ അങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം, that is the gain in this case will be beta. common emitter എന്ന് പറഞ്ഞാൽ gain beta ആണ്, which is equal to IC by IB അല്ലേ, IC by IB. Now let us see what is the working or construction. അപ്പോൾ കൺസ്ട്രക്ഷനും കൂടി ഇവിടെ പറയുന്നുണ്ട്, but the question is about the circuit diagram and let us see the working also. അപ്പോൾ ഇവിടെ ട്രാൻസിസ്റ്ററിൽ നമ്മുടെ ഈ സർക്യൂട്ടിൽ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് സപ്ലൈ, ഒരു ട്രാൻസിസ്റ്റർ ബയാസ് ചെയ്യാൻ കുറച്ച് വോൾട്ടേജ് വേണം അല്ലേ, ദാറ്റ് ഈസ് കോൾഡ് VCC. VCC എന്ന് പറഞ്ഞാൽ ബയാസ് വോൾട്ടേജ് ആണ്. ഇറ്റ് ഈസ് നോർമലി എ കോൺസ്റ്റന്റ് വാല്യൂ. നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് ഒരു 12 വോൾട്ട് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 10 to 12 വോൾട്ട് ഒക്കെ കൊടുക്കും. ആൻഡ് സോ വാട്ട് ഹാപ്പൻസ്, ദാറ്റ് വിൽ ബി ദ ബയാസ് വോൾട്ടേജ് ഫോർ ദ ട്രാൻസിസ്റ്റർ ടു വർക്ക് പ്രോപ്പർലി. ഇനി നമ്മളിവിടെ ഒരു RC എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് എ കളക്ടർ റെസിസ്റ്റർ. Collector resistor controls the collector current. And here you have the emitter resistor. Emitter node ചേർന്ന ഒരു resistor വെച്ചിട്ടുണ്ട്, that is the emitter resistor. That is for temperature stabilization, thermal stabilization. ഓരോ റെസിസ്റ്ററിൻ്റെയും ഫങ്ഷൻസ് പഠിച്ചു വെച്ചോ. ഇത് കളക്ടർ കറണ്ട് കൺട്രോൾ ചെയ്യാൻ, ഇത് ടെമ്പറേച്ചർ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട്, ഒരു സർക്യൂട്ടിൻ്റെ ആ ട്രാൻസിസ്റ്ററിൻ്റെ മൊത്തത്തിലുള്ള തെർമൽ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട്. And R1 and R2 are the voltage divider resistors. അപ്പോൾ ഇവിടെ വോൾട്ടേജ് VCC ആണ്, അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 റെസിസ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. such that VCC will be divided into 2 voltages, VR1 and VR2. അപ്പോൾ VR1 എന്ന് പറഞ്ഞാൽ it is VCC into R1 by R1 plus R2. It's already mentioned there. അപ്പോൾ VR1 ഇങ്ങനെ എഴുതിയാൽ മതി, VR1 which is equal to VCC into R1. VCC എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന ഈ വോൾട്ടേജ് അതാണല്ലോ ഡിവൈഡ് ചെയ്ത് പോകുന്നത്, ഇൻറ്റു R1 ബൈ R1 plus R2.
Similarly, you have this voltage VR2. VR2 എന്ന് പറയുന്നത് എന്തായിരിക്കും? VCC into R2 by R1 plus R2. So that's about the voltage divider system. Voltage is divided VCC into R2 by R1 plus R2. So this voltage is needed for the working of that transistor base region. And ഇനി ഇത് കൂടാതെ നമുക്ക് വേറെ മൂന്ന് elements are there. One is the CC1 coupling capacitor. രണ്ട് coupling capacitors ഉണ്ട്, CC1 and CC2. coupling അതായത് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റേ സ്റ്റേജിലേക്ക് കപ്പിൾ ചെയ്യാൻ. അപ്പോൾ ഇവിടെ CC1 എന്തിനാ? ഇൻപുട്ടിനെ കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് AC ആണ്, ആൻഡ് യു ഓൾസോ ഹാവ് ടു ഗെറ്റ് എൻ ഔട്ട്പുട്ട് വോൾട്ടേജ് വിച്ച് ഇസ് AC വോൾട്ടേജ് തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോൾ അറ്റ് ടൈംസ് DC കോമ്പണൻസ് ഓൾസോ ട്രൈ ടു ഗെറ്റ് ഇൻ അല്ലേ. അപ്പോൾ ആ DC കോമ്പണൻസിനെ ബ്ലോക്ക് ചെയ്യുന്ന ആളാണ് ഈ കപ്ലിംഗ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ ഫങ്ഷൻ തന്നെ എന്താണ്? ടു ബ്ലോക്ക് DC ആൻഡ് പാസ് AC. അപ്പോൾ പ്യുവർ AC മാത്രം അകത്തേക്ക് കടന്നാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അങ്ങനെയല്ല DCയും കൂടെ കയറി ചെന്നാൽ നമ്മൾ ഓൾറെഡി ഈ VCC R1 R2 ഒക്കെ കറക്റ്റായിട്ട് സെറ്റാക്കി വെച്ചേക്കാണ് ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യൂ പോയിന്റ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ക്യൂ പോയിന്റ് കറക്റ്റായിട്ട് സെറ്റാക്കിയാൽ പിന്നെ നമ്മൾ അവിടെ വേറെ ഒരു DC വോൾട്ടേജ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ നമ്മുടെ ക്യൂ പോയിന്റ് മാറും, നമ്മൾ ഉദ്ദേശിച്ച പോലെ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുകയല്ല, നമ്മൾ ഉദ്ദേശിച്ച ഒരു ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ തരത്തില്ല. സോ ആ DC components എന്തെങ്കിലും ഉണ്ടെങ്കിൽ that should be prevented by this coupling capacitor CC1. Similarly, ഇവിടെ CC2 എന്ന് പറഞ്ഞൊരു coupling capacitor ഉണ്ട്. ഇതെന്തിനാ? in order to നമുക്കിവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് AC ആണ്, ബട്ട് ഇവിടുന്ന് ചിലപ്പം DC componentsഉം കൂടെ മിക്സ് ചെയ്ത ഒരു ഔട്ട്പുട്ട് അകത്തേക്ക് പുറത്തേക്ക് വരാം. ഇത് നോർമലി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കാൻ പോവുമായിരിക്കും. മേ ബി ദിസ് ഇസ് എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എങ്കിൽ. Whatever be the reason, we need an output signal which should be a pure AC. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ DC കോമ്പണൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്ത് ഒരു പ്യുവർ AC ഔട്ട്പുട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കപ്ലിംഗ് കപ്പാസിറ്റർ ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ഫോർ ഇംപിഡൻസ് മാച്ചിങ് ടു. നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള ഒരു ഇംപിഡൻസ് മാച്ചിങ്ങിന് ആവശ്യമാണ്. ഇനി ഇത് കൂടാതെ നമുക്കൊരു എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഇവിടെയുണ്ട്. എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ എന്തിനാണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സർക്യൂട്ടിലെ ഈ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ കുറയും. ഒരു ആംപ്ലിഫയറിന് വേണ്ട ഏറ്റവും നല്ല ഗുണം എന്താ? ഇറ്റ് ഷുഡ് ഹാവ് എ വെരി ഗുഡ് ഗെയിൻ വേണം. അപ്പോൾ ആ ഗെയിൻ കുറയും ഈ ഒരു കപ്പാസിറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ. ആ ഒരു ഗെയിൻ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ലെറ്റ് us see what happens here. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ട ഒരു ആംപ്ലിഫൈ ചെയ്ത ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങോട്ട് വരണം. അറ്റ് ടൈംസ് ആ ഒരു കംപ്ലീറ്റ്ലി എല്ലാ ഔട്ട്പുട്ടും ഇങ്ങോട്ട് പോകാതെ ദർ വിൽ ബി എ ഫ്ലോ ഓഫ് കറണ്ട് വിച്ച് ഫ്ലോസ് ത്രൂ ദിസ് റെസിസ്റ്റർ. അപ്പോൾ ഈ റെസിസ്റ്റർ എന്ത് ചെയ്യും? ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ റെസിസ്റ്റർ അതിനെ വീണ്ടും ലൂപ്പ് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് സിഗ്നലാണ് കേട്ടോ, നെഗറ്റീവാണ്. സോ ആ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ഇതിലേക്ക് കയറി പോകുന്നത്. എന്നിട്ട് നമ്മുടെ ഇൻപുട്ടുമായിട്ട് അത് മിക്സ് ആവും. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോൾ അത് നമ്മുടെ ഗെയിനിനെ ബാധിക്കും. അപ്പോൾ വി ഡോണ്ട് വാണ്ട് ദാറ്റ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അങ്ങനെ വരുന്ന ആ ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് കളയണം, വിച്ച് ഇസ് ഡൺ ബൈ ദിസ് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. ഓക്കെ. ഇനി എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ അത് ബൈപ്പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ എമിറ്റർ റെസിസ്റ്റർ അത് മേടിച്ച് ഇറ്റ് വിൽ അഗെയിൻ ആഡ് ഇറ്റ് ടു ദ ലൂപ്പ്, ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. So these are the different things in a RC coupled amplifier. അതുപോലെ RL എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റർ ആണ്, across which you take the output. So these are the different parts. ഇനി നമുക്ക് വർക്കിംഗിലേക്ക് കിടക്കാം. And I have given you all the explanation about each and every part of this circuit. അപ്പോൾ transistor, coupling capacitors, you give the input here, and we have the voltage dividers and all stuff. Now let us see the working of the capacitor. നമ്മൾ വർക്കിങ്ങിൽ വർക്കിംഗ് ഓഫ് ദ RC കപ്പിൾഡ് ആംപ്ലിഫയർ, വർക്കിങ്ങിൽ നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് ലൂപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ സർക്യൂട്ടിൽ
ഔട്ട്പുട്ട് മാത്രം എടുത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വി സി സി എന്ന് പറയുന്നത് നേരെ കണക്ട് ചെയ്തേക്കുന്നത് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് കണക്ട് ചെയ്തു വി സി സി ആൻഡ് നെഗറ്റീവ് ഇസ് ഗ്രൗണ്ടഡ് അല്ലേ. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് ലൂപ്പ് മാത്രം കൺസിഡർ ചെയ്യുക. എന്നിട്ട് കെ വി എൽ അപ്ലൈ ചെയ്ത് നോക്കിക്കേ വാട്ട് ഹാപ്പൻസ്. ദെൻ വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് വി സി ഇ മൈനസ് ഐ ഇ ആർ ഇ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0. അതായിരിക്കും നമ്മുടെ കെ വി എൽ അല്ലെങ്കിൽ കിർച്ചോഫ്സ് വോൾട്ടേജ് ലൂപ്പ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ. ക്ലിയർ? അപ്പോൾ വി സി സി ഈസ് ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് ഐ ഇ ആർ ഇ പ്ലസ് വി സി ഇ എന്ന് എടുക്കാം. ഇനി ഐ സി ആൻഡ് ഐ ഇ ആർ ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആൻഡ് ആർ ഇ ദ റെസിസ്റ്റൻസ് ആർ ഇ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? വി സി സി ഈസ് ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ. ക്ലിയർ? അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി ഇ ആണ്, അത് കിട്ടണം. വി സി ഈസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി. അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാം. വി സി സി നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്, ഡി സി വോൾട്ടേജ് ആണ്. സോ വി സി ഇ ഡിപ്പെൻഡ്സ് ഓൺ ഐ സി ആർ സി അല്ലേ. അതായത് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സി, പക്ഷെ ഒരു നെഗറ്റീവ് വാല്യൂ അനുസരിച്ചായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു നെഗറ്റീവ് വാല്യൂ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ വരുന്ന ഔട്ട്പുട്ട് നമുക്ക് നെഗറ്റീവ് ഉള്ളത് കൊണ്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റോട് കൂടി ഇങ്ങനെ കിട്ടുന്നത്. ക്ലിയർ? അപ്പോൾ ഈ മൈനസ് വാല്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് സിമിലർലി നമ്മുടെ വി സി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സി എന്ന് പറയുന്നുണ്ട്. ഐ സി എന്ന് പറഞ്ഞാൽ കളക്ടർ കറണ്ട് വിച്ച് ഈസ് ആക്ച്വലി ബീറ്റ ഇൻറ്റു ഐ ബി അല്ലേ. കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ബീറ്റ ഇസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ബി ആണല്ലോ. അതായത് ഐ സി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ബി. ആ ഒരു എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്? ബീറ്റ ടൈംസ്. ബീറ്റ ആണ് അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. അപ്പോൾ ഐ സി എന്ന് പറയുന്നത് ഇസ് ബീറ്റ ടൈംസ് ആംപ്ലിഫൈഡ് ആൻഡ് ദാറ്റ് ടു വിത്ത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. So that is how you get an amplified and 180 degree phase shifted output at the output of an RC coupled amplifier. ഇനി നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസും കൂടെ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്, ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എൻ RC coupled amplifier നമ്മളിവിടെ ഒരു ഗ്രാഫ് വരച്ച് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി വേഴ്സസ് ഗെയിൻ ആണ് ഇവിടെ വരയ്ക്കേണ്ടത്. അപ്പോൾ y ആക്സിസിൽ ഗെയിനും എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി. അപ്പം നമുക്കിവിടെ ഒരു നമ്മളിത് വേറെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ്. ബട്ട് നോർമലി ദിസ് വിൽ ബി ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഇങ്ങനെയായിരിക്കും ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ. അതായത് മാക്സിമം ഗെയിൻ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ നിൽക്കും. അപ്പോൾ ലെറ്റ് ഇറ്റ് ബി സം 20 ഡെസിബിൾസ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എ എന്ന് എഴുതിയാലും മതി. ഒരു ജസ്റ്റ് ആൻ എക്സാമ്പിൾ. അപ്പോൾ ആ ഒരു മാക്സിമം ഗെയിൻ എ ആണെങ്കിൽ എ മൈനസ് 3 എന്ന് പറഞ്ഞ ഒരു വാല്യൂ, അപ്പോൾ 20 ആണെങ്കിൽ 20 മൈനസ് 3 ദാറ്റ് ഇസ് 17 ഡെസിബിൾസിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു കർവിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഉണ്ട്, അതിനെ നേരെ താഴോട്ട് വരച്ചാൽ അത് ഏത് ഫ്രീക്വൻസി ആയിരിക്കും? ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും ഇവിടെ ഗെയിനും എന്ന് പറഞ്ഞു. ഈ ഒരു ഫ്രീക്വൻസിയുടെ പേരാണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ദിസ് പാർട്ട് ഇസ് കോൾഡ് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ക്ലിയർ? ഇനി ഈ ഒരു -3 dB പോയിന്റ് എന്ന് പറഞ്ഞ ഈ പോയിന്റിനെ ആണ് നമ്മൾ ഹാഫ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് വെയർ ഗെയിൻ ബിക്കം 70.7% ഓഫ് ഇറ്റ്സ് മാക്സിമം വാല്യൂ. അതിനെയാണ് ഹാഫ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് പവർ ഹാഫായി ഉണ്ടാവും, അതിലും അത് കഴിഞ്ഞാൽ പിന്നെ ആംപ്ലിഫയറിനെ കൊണ്ട് വലിയ ഒരു ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നില്ല. അപ്പം നമുക്കറിയാം ഈ ഒരു ഫ്രീക്വൻസി FH-ന്ന് FL-ന്ന് FH വരെയുള്ള ഈ ഒരു ഫ്രീക്വൻസി റേഞ്ച് ആണ് ഇഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് ദാറ്റ് സർക്യൂട്ട്. അപ്പോൾ ഇതിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. നല്ലൊരു ആംപ്ലിഫയറിന് നല്ല ഹൈ ബാൻഡ് വിഡ്ത്ത് വേണം. ആൻഡ് ദാറ്റ് ബാൻഡ് വിഡ്ത്ത് ഇസ് ഗിവൺ ബൈ FH മൈനസ് FL. ഇനി ഒരു പ്രത്യേക നോർമലി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് ദർ എ fall in gain? ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസിനും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് ദർ എ fall in gain at lower beyond lower cut off frequency and on both sides. അപ്പോൾ അതിൽ ലോവർ ഫ്രീക്വൻസിയുടെ കേസ് പറയാം. അപ്പോൾ ലോവർ ഫ്രീക്വൻസിയിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ കപ്ലിംഗ് കപ്പാസിറ്റർ CC1 ആൻഡ് CC2ന് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. അതായത്
കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കപ്പാസിറ്ററിൻ്റെ. അപ്പോൾ എന്ത് സംഭവിക്കും? കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടുതലെന്ന് പറഞ്ഞാൽ ഒട്ടും കറണ്ടിനെ അകത്ത് കടത്തി വിടാത്ത പോലെ ഭയങ്കര ഹൈ വാല്യൂ വരും അല്ലേ? അപ്പം സിഗ്നലിനെ നന്നായിട്ട് ആംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. ദാറ്റ് ഈസ് വൺ റീസൺ. അതേപോലെ again another reason is bypass capacitor. നമ്മളൊരു bypass capacitorനെ പറ്റി പഠിച്ചു, CE അല്ലേ? ആ ഒരു bypass capacitor എന്താ ചെയ്യേണ്ടതിരുന്നത്? അത് ഔട്ട്പുട്ട് ഇത് വരുന്ന AC സിഗ്നലിനെ ബൈപ്പാസ് ചെയ്ത് വിടണമായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഗെയിൻ കുറയുമെന്ന് പറഞ്ഞു. പക്ഷേ bypass capacitor അതിൻ്റെ ജോലി നന്നായിട്ട് ചെയ്യാതെ വരും. when emitter bypass capacitor does not bypass the signals properly, അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോഴും ഗെയിൻ കുറയും. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തെങ്കിലും അത് ട്രിം ആയിപ്പോയി. ആൻഡ് ജസ്റ്റ് നോട്ട് ഡൗൺ ദാറ്റ് പോയിന്റ്. emitter bypass capacitor does not bypass the signal properly. അതുകൊണ്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടായി ആ ഒരു ഗെയിനിനെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. And at higher frequencies what happens is that XC or that capacitive reactance is very low. അപ്പം ഒരുപാട് സിഗ്നൽസ് അകത്തേക്ക് കടക്കും at higher frequencies, and this increases the IB but the gain again decreases. അതുകൊണ്ട് കാരണം കളക്ടർ കറണ്ട് ഒരു പരിധി കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസിസ്റ്റർ ഡാമേജ് ആയി പോകും അല്ലേ? അപ്പോൾ അത് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മളത് വെച്ചേക്കണത്. സോ വാട്ട് ഹാപ്പൻസ്, എപ്പോഴും ഗെയിൻ കുറയും. കാരണം ഗെയിൻ ഈസ് ഈക്വൽ ടു IC ബൈ IB അല്ലേ? ഓക്കെ, അപ്പോൾ IB കൂടി, അതായത് ഡിനോമിനേറ്റർ കൂടി, അപ്പോൾ ഗെയിൻ കുറയും. ഇനി വോൾട്ടേജ് ഗെയിനിൻ്റെയും പവർ ഗെയിനിൻ്റെ ഇക്വേഷൻ മറക്കാതെ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കണം. ദാറ്റ് ഈസ് വോൾട്ടേജ് ഗെയിൻ, അതായത് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് ദിസ് വാല്യൂ, അതായത് 20 log ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ഇൻ ഡെസിബിൾസിലാണ് മാർക്ക് ചെയ്യേണ്ടത്. And power gain is given by 10 log output power by input power in decibels again. So that's all about RC coupled amplifier. Again, this part of the question is, this question is also neatly explained in another video. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ ജസ്റ്റ് റിഫർ ദാറ്റ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ കപ്പാസിറ്റർ ഫിൽറ്റർ എങ്ങനെയാണ് റിപ്പിൾസ് എലിമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു റിഫർ ആൻഡ് make yourself clear. Now coming to the next question, that is the need for biasing. അപ്പോൾ കോൺസെപ്റ്റ് ഓഫ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബയാസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എ ട്രാൻസിസ്റ്റർ ടു ഓപ്പറേറ്റ് ഇൻ ഡിസൈഡ് റീജിയൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ട്രാൻസിസ്റ്റർ കട്ട് ഓഫ്, അതായത് ഓഫായിട്ട് ആവണോ, സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യണോ, ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണോ, ഓൾ ദീസ് ആർ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ബയാസിംഗ് ദാറ്റ് വി ഗീവ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ്, ആ ഒരു വോൾട്ടേജ് സപ്ലൈനെയാണ് നമ്മൾ ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പം വളരെ കൃത്യമായിട്ടുള്ള ബയാസിംഗ് കൊടുത്താൽ മാത്രമേ നമ്മുടെ ട്രാൻസിസ്റ്റർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വർക്ക് ചെയ്യുള്ളൂ. ആ ഒരു കൃത്യമായ ബയാസിംഗ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ആയിരിക്കണം, അത് പെർട്ടിക്കുലർ പൊളാരിറ്റി ആയിരിക്കണം. ഇപ്പോൾ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ബേസ് ജംഗ്ഷനെ നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യണം. അതായത് ആ ഒരു പ്ലസും മൈനസും ആയിട്ട് കണക്ട് ചെയ്യണം. അതേപോലെ കളക്ടർ ബേസ് ജംഗ്ഷനെ നമ്മൾ റിവേഴ്സ് ബയാസും ചെയ്യണം. അപ്പോൾ ആ ഒരു പൊളാരിറ്റി നോക്കണം, ആ ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർ ബയാസിംഗ് കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ട്രാൻസിസ്റ്ററിനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രാൻസിസ്റ്ററിന് ഒരു പെർട്ടിക്കുലർ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യണം. ഒരു ലോഡ് ലൈൻ എന്ന് പറഞ്ഞൊരു ആ ലോഡ് ലൈനിൽ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുന്നതിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നതിലാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ്. അപ്പോൾ എന്തിനാണ് ഈ ബയാസിംഗ് ചെയ്യുന്നതിന് 3-4 പോയിന്റ്സ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടു ഫിക്സ് ദ ക്യൂ പോയിന്റ്, ടു സ്റ്റെബിലൈസ് ദ കറണ്ട് ഫ്ലോ, ടു റെഗുലേറ്റ് ദ വോൾട്ടേജ് സിങ്ക്, ടു റെഗുലേറ്റ് ദ വോൾട്ടേജ് ടെമ്പറേച്ചർ വേരിയേഷൻസ്. കൂടാതെ വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. 4 മെയിൻ പോയിന്റ്സ് ആർ മെൻഷൻഡ് ഹിയർ. അതിൽ ക്യൂ പോയിന്റ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ചു. അതായത് ട്രാൻസിസ്റ്റർ എങ്ങനെയുള്ള ഒരു ഔട്ട്പുട്ടാണ് തരിക. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ 3 റീജിയൻസ് ആണ്: കട്ട് ഓഫ് റീജിയൻ, ആക്റ്റീവ് റീജിയൻ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. അപ്പോൾ നമ്മൾ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിലെ ഇക്വേഷൻ എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ, VCE = VCC - ICRC അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ y ആക്സിസിൽ ഏതൊരു കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ആ DC ലോഡ് ലൈൻ വരയ്ക്കണമെങ്കിൽ DC ലോഡ് ലൈനിലാണ് നമ്മൾ ഈ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യണത്. അപ്പോൾ ലോഡ് ലൈനിൻ്റെ y ആക്സിസിലെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ
നമ്മൾ വൈ ആക്സിസിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ് അല്ലേ. അപ്പോൾ അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വി സി ആണല്ലോ, വി സി ഐ സിയും കൂടിയാണ് നമ്മൾ ഗ്രാഫ് വരച്ചേക്കുന്നത്. അപ്പോൾ വി സി ക്ക് 0 കൊടുത്തു. അപ്പോൾ ഈ ഇക്വേഷനിൽ വി സി 0 കൊടുക്കുമ്പോൾ വി സി സി ഇസ് ഈക്വൽ ടു ഐ സി ആർ സി എന്ന് വരത്തില്ലേ. ദാറ്റ് ഈസ് വി സി സി ഇസ് ഈക്വൽ ടു ഐ സി ആർ സി. അതിനകത്ത് ഐ സിയുടെ വാല്യൂ എന്താണ്, വി സി സി ബൈ ആർ സി എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു കോർഡിനേറ്റ് എന്താ, ദാറ്റ് ഈസ് ഗിവൺ ബൈ 0, വി സി സി ബൈ ആർ സി. ഇനി ഇതേപോലെ നമ്മൾ വൈ ആക്സിസിലെ ആ കോർഡിനേറ്റ് എക്സ് ആക്സിസിലെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈ ആക്സിസ് അല്ലെങ്കിൽ ആ ഒരു വൈയുടെ വാല്യൂ 0 ആയിരിക്കും. അതായത് ഐ സി എന്ന് പറഞ്ഞ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഐ സി 0 ആണെങ്കിൽ വി സി ഇസ് ഈക്വൽ ടു വി സി സി എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പോയിന്റ് ഏതാ, വി സി ഇ വി സി സി വി സി ഇ 0 എന്ന് വരും, ഓർ വി സി സി 0 എന്ന് വരും. സോ ദാറ്റ് ഈസ്, അപ്പോൾ ആ രണ്ട് പോയിന്റും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് ഡി സി ലോഡ് ലൈൻ കിട്ടി. ഈ ലോഡ് ലൈനിലാണ് നമ്മൾ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ പോയിന്റ് ഇവിടെ കൊണ്ട് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ ഓഫായി പോകും, കട്ട് ഓഫ് റീജിയനിലാണ്. ഇനി ക്യൂ പോയിന്റ് നമ്മൾ ഇവിടെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിലാണ്. അപ്പോൾ നല്ലൊരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ ക്യൂ പോയിന്റ് നമ്മൾ എക്സാക്ട്ലി ഇൻ ദ മിഡിൽ ഓഫ് ദ ലോഡ് ലൈൻ കൊണ്ട് വെക്കണം. നമുക്ക് ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, എവിടെ വേണമെങ്കിലും വെക്കാം. പക്ഷെ നല്ലൊരു ആംപ്ലിഫയർ ആവാൻ വി ഷുഡ് കീപ് ക്യൂ പോയിന്റ് എക്സാക്ട്ലി ഇൻ ദ മിഡിൽ ഓഫ് ദ ലോഡ് ലൈൻ. ക്ലിയർ? അപ്പോൾ ഇതാണ് ബയാസിംഗ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ്. ഇനി പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിൻ്റെ സർക്യൂട്ട് ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ആ ഒരു നമ്മുടെ ആർ സി കപ്പിൾഡിൻ്റെ സ്കെലിറ്റൺ സ്ട്രക്ചറാണിത് അല്ലേ. അപ്പോൾ ട്രാൻസിസ്റ്ററിനെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കൺസ്ട്രക്ട് ചെയ്തു. ആർ സി ഇസ് ദ കളക്ടർ റെസിസ്റ്റർ ദാറ്റ് കൺട്രോൾസ് ദ കളക്ടർ കറണ്ട്. RE is the emitter resistor that is used for temperature stabilization. VCC is the DC voltage supply. R1 and R2 are the voltage divider resistors. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സിൻ്റെ ഇക്വേഷനും കൂടി എഴുതുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണ്, VR1 is equal to VCC into R1 by R1 plus R2 and VR2 is equal to VCC into R2 by R1 plus R2. It is very important. ഈ പോയിന്റ്സ് മറക്കരുത്, VR1ൻ്റെയും VR2ൻ്റെയും വാല്യൂസ്. ഇനി എന്തുകൊണ്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? ബിക്കോസ് നല്ലൊരു ആംപ്ലിഫയർ ആയിട്ട് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാനും നല്ല സ്റ്റെബിലിറ്റി തരാനും വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ് ബെസ്റ്റ്. ഇറ്റ് ഗീവ്സ് ഗുഡ് ആംപ്ലിഫിക്കേഷൻ. ആൻഡ് ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അധികം വേരിയേഷൻസ് കൊണ്ടൊന്നും നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പ്രോപ്പർട്ടീസും വർക്കിംഗ് ഒന്നും മാറത്തില്ല വേരിയേഷൻസ് അനുസരിച്ച്. ആൻഡ് മോറോവർ ഇറ്റ് ഗീവ്സ് എ ഗുഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. So that's all about voltage divider concept. ഇനി അടുത്ത വർക്കിംഗ് ഓഫ് എ സിമ്പിൾ സെനർ റെഗുലേറ്റർ. വോൾട്ടേജ് റെഗുലേറ്റർ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അഗെയിൻ ഐ വിൽ ജസ്റ്റ് ബ്രീഫ് അപ്പ് ദ പോയിന്റ്സ്. വോൾട്ടേജ് റെഗുലേറ്റർ എന്താ? ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റന്റ് DC വോൾട്ടേജ് ഇൻ സ്പൈറ്റ് ഓഫ് എനി വേരിയേഷൻസ് ഇൻ ദി ഇൻപുട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആക്റ്റീവ് കൺട്രോൾ എലമെന്റ് എന്താണ്? സെനർ ഡയോഡ് ആണ്. ഇതാണ് സെനർ ഡയോഡിൻ്റെ ഒരു വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് വേരി ചെയ്യുന്നതനുസരിച്ച് ഔട്ട്പുട്ടിൽ വേരിയേഷൻ വരുന്നില്ല. ബിക്കോസ് സെനർ ഡയോഡിൻ്റെ പ്രത്യേകത എന്താ? വോൾട്ടേജ്, ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്രത്തോളം കറണ്ട് ഫ്ലോ ചെയ്താലും ഇറ്റ് റിമെയിൻസ് ഇൻ ദാറ്റ് വോൾട്ടേജ് അല്ലേ. ആ ഒരു പെർട്ടിക്കുലർ സെനർ വോൾട്ടേജിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഔട്ട്പുട്ട്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് ഇങ്ങോട്ട് വരുമ്പോൾ IS എന്ന് പറഞ്ഞ ഇൻപുട്ട് കറണ്ട് ഈ സ്പ്ലിറ്റ് ഇൻ ടു IZ ആൻഡ് IL. അപ്പോൾ IL കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ IZ എത്രത്തോളം ചേഞ്ച് ചെയ്താലും ഔട്ട്പുട്ട് വിൽ ബി കോൺസ്റ്റൻറ്റ്. അപ്പം സെനർ ഡയോഡ് ഓപ്പറേറ്റ്സ് ഓൺലി വെൻ VS ഇസ് ഗ്രേറ്റർ ദാൻ VZ. അതായത് ആ ഒരു ഇൻപുട്ട് വോൾട്ടേജ്, സപ്ലൈ വോൾട്ടേജ് സെനർ വോൾട്ടേജിനെക്കാട്ടിലും കൂടുതലാകുമ്പോൾ മാത്രമേ സെനർ ഡയോഡ് ഓൺ ആവുകയുള്ളൂ. അല്ലാത്ത സമയമൊക്കെ ആ വോൾട്ടേജ് എന്താണോ കൊടുക്കുന്നത് ഡയറക്ട്ലി ഇറ്റ് റീച്ചസ് ദി ഔട്ട്പുട്ട്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള റെഗുലേഷൻ ഉണ്ട്, ലൈൻ റെഗുലേഷൻ ആൻഡ് ലോഡ് റെഗുലേഷൻ. ലൈൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വേരി ചെയ്യുന്നു, അതായത് VS എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻസ്, വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് യു ഹാവ് ദ സോഴ്സ് കറണ്ട് വിച്ച് ഇസ് സ്പ്ലിറ്റ് ഇൻ ടു IZ ആൻഡ് IL. അപ്പോൾ RL എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റർ ഫിക്സഡ് ആണ്. സോ IL എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ലോഡ് കറണ്ടും ഫിക്സഡ് ആയിരിക്കും. ആൻഡ് ദ റിമൈനിങ് കറണ്ട് ഓൾ ഫ്ലോസ് ത്രൂ ദിസ് സെനർ ഡയോഡ്. അപ്പോൾ ഇവിടെ ആ ഒരു whatever be the current flowing through it, VZ will be, the voltage across this will be constant. So you get a constant output voltage. ഇനി ലോഡ് റെഗുലേഷൻ, അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ്, ഇൻ കേസ് ഇറ്റ് ഇസ് an SI, if it is an SI question, you have to draw this graph too.
അപ്പോൾ percentage of line regulation is given by change in output voltage by change in input voltage, and ideally it should be 0, but ideal case alla you have a minor change in output voltage and input voltage. Now coming to load regulation. Load regulation il nammal load current aanu vary cheyyunnathu by changing the load resistor. Ivide nammal adinu vendittu rheostat vekkum. അപ്പോൾ load resistance vary cheyyunna anusariche what happens, ഇവിടെ input current input voltage fixed ആക്കി വെച്ചേക്കാണ്. അപ്പം ലോഡ് കൂട്ടുമ്പോൾ ലോഡ് കറണ്ട് അതനുസരിച്ച് ഡിക്രീസ് ആവും, ലോഡ് കറണ്ട് കുറയുമ്പോൾ IZ കൂടും. അപ്പോൾ ബിക്കോസ് IS ഈസ് ഈക്വൽ ടു IZ പ്ലസ് IL, അതനുസരിച്ച് ആ വേരിയേഷൻ വരും. കറസ്പോണ്ടിംഗ്ലി ദർ വിൽ ബി എ വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് യു ഗെറ്റ് എ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓൾസോ. അപ്പോൾ അതിൻ്റെ ലോഡ് റെഗുലേഷൻ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. വോൾട്ടേജ് അറ്റ് നോ ലോഡ് മൈനസ് വോൾട്ടേജ് അറ്റ് ഫുൾ ലോഡ് by voltage at full load, which is expressed in percentage. Now coming to the sixth module. Sixth module merits and of AM and FM ആണ് പറഞ്ഞിരിക്കുന്നത്, and here you have a small simple problem too. അപ്പോൾ മെറിറ്റ്സ്, AM ന്റെ മെറിറ്റ്സും FM ന്റെ മെറിറ്റ്സും ആണ് പറയുന്നത്. AM എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്, ഈസിയർ മെത്തേഡ് വിത്ത് സിമ്പിൾ ആൻഡ് ലോ കോസ്റ്റ് ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് റിസീവേഴ്സ്. while FM ന് കോംപ്ലക്സ് transmission and reception ആണുള്ളത്, and receivers are very expensive. ഇവിടെ in case of AM area coverage കൂടുതൽ ആണ്. ഓക്കെ, ഗ്ലോബൽ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. നമുക്ക് ചിലപ്പോൾ വത്തിക്കാൻ റേഡിയോ ഒക്കെ ഇവിടെ കിട്ടുന്നതിന് കാരണം അതാണ്, ഗ്ലോബൽ കവറേജ് കൂടുതലാണ്. while FM ന് കവറേജ് ഏരിയ കുറവാണ്, യു ഗെറ്റ് ഓൺലി റീജിയണൽ ട്രാൻസ്മിഷൻ. ഇനി നെക്സ്റ്റ് AM നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിൽ ഉപയോഗിക്കാം. ഫ്രം 10 kHz നോർമലി യൂസ് സേ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഇൻ ദ റേഞ്ച് ഓഫ് കിലോഹെർട്സ് അല്ലേ, വൈൽ യു ഗെറ്റ് ഇറ്റ് ഫ്രം 10 kHz ഇറ്റ്സെൽഫ്. അത് പക്ഷേ FM ന്റെ ഒരു റേഞ്ച് ഹയർ ഫ്രീക്വൻസീസിലായിരിക്കും, 88 to 108 MHz എന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ 90-80 യു ഹാവ് 99.1 FM എന്നൊക്കെ പറയുന്ന, ക്ലബ് FM എന്നൊക്കെ പറയുന്ന ആ ഒരു റേഞ്ച്, ഇറ്റ് ഈസ് ഓൾ ഇൻ മെഗാഹെർട്സ്. ഇനി AM എന്ന് പറയുന്ന ലെസർ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് മതി, കുറച്ച് ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റേ ഉള്ളൂ. while FM requires higher bandwidth, that is 7 to 15 times higher than that of AM. ഇതാണ് ഒരു മെറിറ്റ്സ് ഓഫ് AM compared to FM. ഇതേപോലെ FM-നാണ് കൂടുതൽ മെറിറ്റ്സ് ഉള്ളത്. യു ഹാവ് അബൌട്ട് 10 or 12 points regarding the advantages of FM. ഇനി ആ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ചെയ്യാതിരിക്കുന്നവർ കുറേ പേരുണ്ട്. ഇതൊന്ന് ആ ഒരു ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി, M is equal to VM/VC. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്താൽ കിട്ടും നല്ല യു ഗെറ്റ് ഓൾമോസ്റ്റ് 2.5 മാർക്സ് അല്ലേ, 2.5 മാർക്ക് കിട്ടും. അപ്പോൾ ഈ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എന്താ, VM/VC അല്ലേ. ഇതിൽ VM എന്ന് പറഞ്ഞ മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞിരിക്കുന്നത് 3 volt ആണ്, ആൻഡ് ക്യാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 5 volt ആണ്. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം എമ്മിൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും മാറിപ്പോയി വാല്യൂ മാറി 1ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ചെഴുതിയാൽ മതി AM-ന്റെ മോഡുലേഷൻ ഇൻഡെക്സ്. പക്ഷേ FM-ന് ആ ഒരു കേസ് നോക്കണ്ട, FM-ന് ലെസ് ദാൻ 1 വരികയില്ല, ലെസ് ദാൻ 1 ആയിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ AM-ന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് 1-ഓ 1-ൽ താഴെയോ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി ഓഫ് മോഡുലേഷൻ എത്രയാണ്, 0.6 into 100, that is 60%. Now coming to super heterodyne receivers, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 5 mark ക്വസ്റ്റ്യൻ. സൂപ്പർ ഹെറ്ററോഡൈൻ എന്ന് പറഞ്ഞാൽ റിസീവർ സെക്ഷനിൽ AM-ന്റെ FM-ന്റെ ഉണ്ട്. ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടില്ല AM ആണോ FM ആണോ എന്ന്, അതുകൊണ്ട് നമുക്ക് AM എഴുതാം. അപ്പോൾ സൂപ്പർ ഹെറ്ററോഡൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിൻ്റെ അർത്ഥം തന്നെ എന്താണ്, F1 plus F2 or F1 minus F2. അങ്ങനെ രണ്ട് ഫ്രീക്വൻസി മിക്സ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കൊടുക്കുന്ന RF സിഗ്നലും ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫറൻസ് ഫ്രീക്വൻസി ഓർ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഒബ്റ്റെയിൻ ചെയ്യുന്നു. And this is the block diagram. You can see you have the explanation in one of my videos. You can refer to that and get more understanding about the AM super heterodyne receivers. അതിൻ്റെ ഓരോ ടോപ്പിക് വൈസ് ഞാൻ തന്നിട്ടുണ്ട്. You can refer to that. വീഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. AM super heterodyne receivers വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്കൊരു സംശയം വരാവുന്നത് FM-ഉം AM-ഉം തമ്മിലുള്ള വ്യത്യാസമാണ്. FM റിസീവേഴ്സിൽ നമുക്ക് ഡീമോഡുലേറ്റർ ആയിട്ട് വരുന്ന ആ ഒരു
ഡിവൈസിനെ നമ്മൾ ഡിസ്ക്രിമിനേറ്റർ എന്നാണ് പറയുന്നത്. ആൻഡ് യു ക്യാൻ അതർവൈസ് യു ക്യാൻ റൈറ്റ് FM demodulator itself, no problem. അതേപോലെ AM-ൻ്റെ കേസിൽ ചില ബ്ലോക്ക് ഡയഗ്രാംസിൽ നമുക്ക് ഡിറ്റക്ടർ എന്ന് കാണിക്കും, ചിലപ്പോൾ AM demodulator എന്ന് കാണിക്കും. Either way it is right. So these are the different stages. You can refer these notes to. ഇനി അടുത്തത് ആൻറ്റിനയുടെ പ്രിൻസിപ്പിൾ ആണ്. ആൻറ്റിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഒരു ട്രാൻസ്ഡ്യൂസർ വിച്ച് കൺവേർട്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആൻഡ് at the receiving side, and converts electrical signals into electromagnetic waves at the transmitting side. ഇവിടുന്ന് പോകുന്ന സിഗ്നൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവറിൻ്റെ അവിടേക്ക് എത്തുന്നത്. അപ്പോൾ നോർമലി ആൻറ്റിന എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റാലിക് ഡിവൈസ് ആയിരിക്കും. അപ്പോൾ പണ്ടത്തെ ആൻറ്റിന നമുക്ക് ടിവിയുടെ ആൻറ്റിനയാണ് നമുക്ക് സ്ഥിരം ഓർമ്മയുള്ള ആ ഒരു ദേ ആർ കോൾഡ് യാഗി ഉഡ ആൻറ്റിനാസ് അല്ലേ. അലുമിനിയത്തിൻ്റെ ഒരു വലിയ ആൻറ്റിനയാണ് നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ മാറ്റി ഇപ്പം നമുക്ക് ഡിഷ് ആൻറ്റിനയാണ് ഉള്ളത്. അപ്പോൾ ആൻറ്റിനയുടെ ട്രാൻസ്മിറ്റർ, ദിസ് ഈസ് എ ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽ ആൻഡ് ദിസ് ഈസ് ആൻറ്റിന ത്രൂ വിച്ച് ഇറ്റ് റേഡിയേറ്റ്സ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് റേഡിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ട്രാൻസ്മിറ്റിംഗ് എൻഡ്. ഇവിടെ റിസീവിങ് എൻഡിൽ ആ റേഡിയേഷനൊക്കെ നമുക്ക് റിസീവ് ചെയ്ത് ആ റിസീവിങ് ആൻറ്റിന അത് റിസീവ് ചെയ്ത് അതിനെ നമ്മുടെ സിഗ്നലായിട്ട് നമ്മുടെ സൗണ്ട് അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ റിസീവറിൽ എത്തിക്കുന്നു അറ്റ് ദ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ആൻറ്റിന ഒക്കെ ഇതൊന്ന് എല്ലാവരും യു ക്യാൻ ഗോ ത്രൂ ദീസ് ഇക്വേഷൻസ് ആൻഡ് ഓൾ. അക്കോർഡിംഗ് ടു മാക്സ്വെൽസ് ഇക്വേഷൻ, an accelerating charge radiates ഒരു ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു ചാർജ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്റ്റേഷനറി ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡും ക്രിയേറ്റ് ചെയ്യുന്നു. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രൊപ്പഗേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ ഒരു പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ദി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അങ്ങനെ അത് അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയാണ് ത്രൂ ദ മീഡിയം. അപ്പം ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് now you have there is an equation, the time varying electric field of an accelerated electron. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണെങ്കിൽ with time it is given by this equation E theta which is equal to E into അതൊരു ചാർജ് ഇൻറ്റു 1/4 pi epsilon 0 ഇൻറ്റു R എന്ന് പറഞ്ഞ ആ ഒരു വെക്ടറാണ് ആക്സലറേഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു സൈൻ തീറ്റ ബൈ C squared R. ഇതിൽ R എന്ന് പറയുന്ന ആ ഒരു വെക്ടർ that is acceleration of electron, C is the speed of light that is equal to that of speed of electromagnetic waves, and R is the distance between the accelerating electron and the observing position. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു റേഡിയേഷൻ ക്രിയേറ്റ് ചെയ്യാൻ there should be a time varying or accelerated electron. The charge is not moving, then there is no radiation, and when charge moves, radiation occurs. ഇതാണ് basic principle of antenna. You can add more points regarding any different types of antenna like Yagi Uda antenna, horn antenna. അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ആൻറ്റിന പറയുന്നുണ്ട്. ഇനി essay question ആണെങ്കിലും and depending on the marks you can add more points to that. ഇപ്പോൾ ഒരു പാരബോളിക് ആൻറ്റിനയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ നോട്ടിൽ or you have it, you can get a description about parabolic antenna and write as an example if it is an essay question for more marks. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉള്ള ആ ഒരു മാർക്കിന് ഇത്രത്തോളം മതിയാവും. And now coming to the last question, that is GSM architecture. You have a big architecture. This is a mobile station or or the source end, and then you have the base transceiver station, base station controller, and here you have the network switching subsystem with all these elements. Mobile switching center ആണ് ഇതാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. that is home location register, visitor location register, authentication center and all stuff. And then you have the public networks, public switch telephone networks and all. അപ്പോൾ ഇതിൻ്റെ ഒരു explanation is also given here. You can go through these points and hope you can have a clear understanding about all these things from the notes. ഓരോരോ എലമെൻറ്റിൻ്റെയും ആർക്കിടെക്ചറിനെ ബേസിക്കലി ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം, ബേസ് സ്റ്റേഷൻ സിസ്റ്റം, നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം ആൻഡ് പബ്ലിക് നെറ്റ്വർക്ക്.
അപ്പോൾ അതിൽ ഓരോ ബേസ് സ്റ്റേഷനിൽ എന്തൊക്കെയാണുള്ളത് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് ആർ ഗിവൺ. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദീസ് പോയിന്റ്സ് ആൻഡ് ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. GSM വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആൻഡ് ഡു പ്രിപ്പയർ ഫോർ ദാറ്റ്. And here these are the things about network switching subsystem. ഇതിൽ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ ഉണ്ട്, വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ ഉണ്ട്, ഒത്തൻറ്റിക്കേഷൻ സെൻറ്റർ ഉണ്ട്, എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ ഉണ്ട്, ആൻഡ് ഓപ്പറേഷൻ മെയിൻ്റനൻസ് സെൻറ്റർ ഉണ്ട്. ആൻഡ് യു ഹാവ് എന്തൊക്കെയാണ് ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. യു ക്യാൻ സി വാട്ട് ഹാപ്പൻസ് ഇൻ ആൻ ഓത്തൻറ്റിക്കേഷൻ സെൻറ്റർ. യു ഹാവ് what protection from different types of frauds and all. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക, and make yourself clear. And this is about the public network, which consists of public switched telephone network and integrated service digital network and data networks. So that's all about our previous question paper. So I wish you all the very best and do prepare well. Thank you. Hope you're all clear with each of the questions, and do reach me for any doubts or questions in through the comments. Thank you.